ആ ആത്മാർത്ഥതയുടെ നിലവിടം എത്തിയല്ലോ. ഹായ് വെങ്കിടി, ഗുഡ് മോർണിംഗ്. മോർണിംഗ് എന്താ ലേറ്റായേ? എൻ്റെ പൊന്നു വെങ്കിടി ബ്രോ, വല്ലപ്പോഴും അല്ലേ, അങ്ങനെ ഞാൻ ലേറ്റ് ആകാറില്ലല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. സാധാരണ കാക്ക കൂട് വിടുന്നതിന് മുമ്പ് നീ വീട് വിടുന്നതല്ലേ? അത് ചേട്ടാ, ആ MD വിളിക്കുന്നുണ്ടേ. ആ എന്തിനായിരിക്കും വിളിച്ചത്? ആ പോയി നോക്ക്, അപ്പം അറിയാം. കറക്റ്റ്, പോയിട്ട് വരാം. ചെല്ല്, പോയി നോക്ക്. സാർ. ആ യെസ്, കൃഷ്ണകുമാർ. സർ വിളിച്ചത്? കൃഷ്ണകുമാർ ഇവിടെ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഏകദേശം 8 വർഷത്തോളമായി. എന്താണ് സാർ ഇപ്പോൾ അത് ചോദിക്കാൻ? കൃഷ്ണകുമാർ വന്നതിന് ശേഷം കമ്പനിക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി കൃഷ്ണകുമാർ നന്നായി ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. സാർ അതൊക്കെ ഇപ്പം പറയാൻ? കൃഷ്ണകുമാർ, നിന്റെ വർക്കിനനുസരിച്ചൊരു പൊസിഷൻ തരാൻ കമ്പനി തീരുമാനിച്ചിരുന്നതാണ്. ബട്ട് യു നോ, അൺഎക്സ്പെക്റ്റഡ് കോവിഡ് സിറ്റുവേഷൻ എല്ലാം തകർത്തു. എനിക്കെല്ലാം അറിയാമല്ലോ സാർ. പിന്നെ ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ വർക്കിലും പൊസിഷനിലും ഞാൻ ഹാപ്പിയാണ്. എനിക്കത് മതി. നിനക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കോവിഡിന് ശേഷം നമ്മുടെ കമ്പനി വളരെ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ എംപ്ലോയീസും തന്നെ ഡബിളാണ് ഓൾമോസ്റ്റ്. സോ കമ്പനി വളരെ ലോസിലാണ്. വി ഹാവ് ടു കട്ട് അവർ എംപ്ലോയി സ്ട്രെങ്ത്. സാർ, സോ കമ്പനി ഒരു ടെർമിനേഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി യു ആർ ഇൻ ദാറ്റ് ലിസ്റ്റ്. കൃഷ്ണകുമാർ ഇനി 1 മാസം കൂടി ഇവിടെ വർക്ക് ചെയ്താൽ മതി. നിനക്കൊരു 1 മന്ത് നോട്ടീസ് പീരീഡ് തരാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. നിനക്ക് ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നിന്റെ വീട്ടിലെ അവസ്ഥയും എനിക്കറിയാം. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. ഇത് കമ്പനി ഡിസിഷനാണ്. പിന്നെ നിൻ്റെ ഇതുവരെയുള്ള ഹാർഡ് വർക്കും സിൻസിയറിറ്റിയും വെച്ച് ഞാൻ നിനക്ക് പേഴ്സണലായിട്ടൊരു ഫേവർ ചെയ്യുന്നുണ്ട്. അതായത് കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റ്സിനും പുറമെ ഒരു 3 months സാലറി കൂടി ഞാൻ നിനക്ക് തരാം. ഓക്കെ, യു മേ ഗോ നൗ.
എന്താ നിനക്ക് പറ്റിയത്? ഏയ് ഒന്നുമില്ല അച്ഛാ. നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. വൈകിട്ട് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. നിനക്കെന്താ പറ്റിയത്? എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല അച്ഛാ, അച്ഛന് വെറുതെ തോന്നുന്ന. എടാ മോനെ, അച്ഛന് നടക്കാൻ വയ്യ. കുറച്ച് നാളായി പുറത്തേക്കൊക്കെ വന്ന് ഇറങ്ങിയിട്ട്. എന്ന് കരുതി ഒരാളുടെ മുഖത്തെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയും, പ്രത്യേകിച്ച് നിന്റെ മുഖം. കാര്യം അത്ര നിസ്സാരമല്ലെന്ന് അച്ഛന് മനസ്സിലായി. അല്ലാതെ ചെറിയൊരു കാര്യത്തിന് നീ ഇങ്ങനെ വിഷമിക്കുമെന്ന് അച്ഛൻ കരുതുന്നില്ല. അത് പിന്നെ അച്ഛാ, നീ പറ. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലില്ല. പ്രതിസന്ധികൾ ഒഴിവാക്കാൻ നമുക്ക് എപ്പോഴും സാധിച്ചെന്ന് വരില്ല, പക്ഷേ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാവും. കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കോവിഡ് ആഫ്റ്റർ എഫക്റ്റ് കമ്പനിയിൽ ബിസിനസ് കുറഞ്ഞു. ഇത്ര എംപ്ലോയീസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നോട്ടീസ് പീരീഡിലാണ്. ഇനി എത്ര ദിവസം കൂടിയുണ്ട്? 15 ദിവസം. ഈ ജീവിതം എന്ന് പറയുന്നതിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. നമ്മുടെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമല്ലേ. ഇവിടെ ഒന്നും ശാശ്വതമല്ല. പോയത് പോട്ടെ, പകരം മറ്റൊന്ന് വരും. എന്നാലും അച്ഛാ, 8 വർഷത്തോളം ജോലി ചെയ്ത സ്ഥലം പെട്ടെന്ന്. ഈ അച്ഛനറിയാം നീ ആ കമ്പനിക്ക് വേണ്ടി എങ്ങനെയാണ് ജോലി ചെയ്തതെന്ന്. നിൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുക, ഇനിയുള്ള 15 ദിവസം നീ അവിടെ തന്നെ തുടരണം. സത്യസന്ധതയും ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയായി നീ അവിടെ നിന്ന് പടിയിറങ്ങണം. എന്നാലും ഇത്രയും സിൻസിയറായി വർക്ക് ചെയ്ത് എനിക്ക് കമ്പനി ഒരവസരം കൂടി തന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറൊരു ജോലി. ഒരാളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രതിസന്ധി, 2 അവസരങ്ങൾ. ഇതിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതം. എന്തൊക്കെ സംഭവിച്ചാലും ഇനിയുള്ള ഓരോ നിമിഷവും കഠിനാധ്വാനവും സത്യസന്ധതയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല. പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ജോലിക്ക് പോകണ്ടല്ലേ. ഹലോ. ഹലോ, കൃഷ്ണകുമാർ. അതെ, കൃഷ്ണകുമാറാണ്. ആരാ? ഞാൻ സോഫ്റ്റിക് സൊല്യൂഷനിൽ നിന്നും HR മാനേജർ കിരണാണ്. സോഫ്റ്റൊക്കെ ഇന്നോ? അതെ. ഗുഡ് മോർണിംഗ് സാർ, പറയൂ. ഗുഡ് മോർണിംഗ് കൃഷ്ണകുമാർ. നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഷുവർ സാർ. എന്തായിരുന്നു കാര്യം? അത് നേരിട്ട് സംസാരിക്കാം. ഇന്നൊരു 10 മണിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഇന്നും? സോറി സാർ, ഇന്ന് പറ്റില്ല. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിരിക്കും. കാര്യം എല്ലാവർക്കും ഗുണമുള്ളതാണ്, അത് നോക്കണ്ട. ഒരു 30 മിനിറ്റ്സ് മീറ്റിംഗ്. സാർ, ഇന്ന് സാറിനെ വന്ന് കാണാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഒഫീഷ്യലായി വേണ്ട, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. ഇല്ല സാർ, ഇന്ന് ചില അസൗകര്യങ്ങളുണ്ട്. നാളെ കഴിഞ്ഞ് എപ്പോൾ വേണേലും ഞാൻ സാറിൻ്റെ ഓഫീസിൽ വന്ന് കാണാം. സീ മിസ്റ്റർ കൃഷ്ണകുമാർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നിങ്ങളെ നേരിട്ട് കാണണമെന്ന് പറയുന്നത്. ഈ മീറ്റിംഗ് മിസ്സായാൽ കൃഷ്ണകുമാറിന് പിന്നീട് ഒരിക്കലും റിഗ്രറ്റ് തോന്നാൻ ഇടവരരുത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഹോട്ടൽ അക്വേറിയയിൽ ഷാർപ്പ് 10 മണിക്ക് ഞാനുണ്ടാവും. കൃഷ്ണകുമാർ വരുമെങ്കിൽ ഒരു 5 മിനിറ്റുള്ളിൽ ഈ നമ്പർ വിളിച്ചു പറയുക. ഓക്കെ, വിളിച്ചാലും ഇല്ലെങ്കിലും 10 മണിക്ക് ഞാൻ കൃഷ്ണകുമാർ അവിടെ പ്രതീക്ഷിക്കും. ഒരാളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ 2 കാര്യങ്ങളാണ് ഉള്ളത്.
ഒന്ന് പ്രതിസന്ധി, 2 അവസരങ്ങൾ. ഇതിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതം. കിച്ചു അതേടാ. ആ വെങ്കടി, ഞാൻ ഇന്ന് ഹാഫ് ഡേ ലീവാണേ. മീര മാഡത്തിനെ വിളിച്ച് ലീവ് പറഞ്ഞിട്ടുണ്ട്. എന്തു പറ്റി? അച്ഛന് സുഖമില്ലേ? അല്ല, എനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്. ആരെയാ? ഡീറ്റെയിൽസൊക്കെ ഞാൻ വന്നിട്ട് പറയാം. കുറച്ച് ഇമ്പോർട്ടൻ്റാ. എന്താ മോനെ അങ്ങനെ ഒരു രഹസ്യം? അങ്ങനെയല്ല. എന്നാ പിന്നെ പറഞ്ഞെന്താ? അത് എനിക്കിപ്പോൾ ഒരു കോള് വന്നായിരുന്നു. ആഹാ, ഇതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ. നീ തീർച്ചയായും അയാളെ കാണാൻ പോണട്ടോ. പിന്നെ തൽക്കാലം ഇത് ആരോടും പറയണ്ട. പക്ഷേ എനിക്ക് അയാളുടെ സംസാരം എനിക്കത്ര ജെന്യുവനായിട്ട് തോന്നണില്ല. നിനക്ക് വെറുതെ തോന്നുന്നായിക്കൂടാ. ഈ പോസ്റ്റ് ഓക്കേടാ. ഹലോ, കിരൺ സാർ. നിർത്ത്. കിച്ചു, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചു. നിന്റെ ഫോൺ എവിടെ? എവിടെയൊക്കെ തിരക്ക് ബ്രോ നിന്നെ? ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നുമില്ല, നീ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. അതാ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിനക്ക് എന്താ പറ്റിയത്? നീ ആളെ കണ്ടോ? കണ്ടു. പിന്നെ നീ എന്താ ഒന്നും പറയാത്തെ? അയാളെ കണ്ടിട്ട് എന്തായി? നീ എന്തെങ്കിലും ഒന്ന് വാദമൊന്ന് പറ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കിരൺ സാർ. സാറകത്തുണ്ട്. ഇതാ അവിടെ ഇരിക്കുന്നു. ആ, ഓക്കെ. ഹലോ സാർ. ഹലോ കൃഷ്ണകുമാർ, ഐ എം കിരൺ. പ്ലീസ് സിറ്റ്. താങ്ക് യു. സാർ, കുടിക്കാൻ എന്താ വേണ്ട? കൃഷ്ണകുമാറിന് കുടിക്കാൻ? വേണ്ട സാർ, താങ്ക് യു. ദെൻ ഓക്കെ. സാറൊന്നും പറഞ്ഞില്ല. ഓഹ് സോറി, ഒരു അർജൻറ്റ് റീപ്ലൈ കൊടുക്കാണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് സ്ട്രെയിറ്റ് മാറ്ററിലേക്ക് വരാം. കൃഷ്ണകുമാർ 8 കൊല്ലമായില്ലേ സിഗ്മ ടെക്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? അതെ സാർ. നൗ യു ആർ ഇൻ നോട്ടീസ് പീരീഡ്. അത് സാറെങ്ങനെ? സോ നാളെ ലാസ്റ്റ് ഡേ ആണല്ലേ? സാർ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു എന്നല്ലേ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് HR അല്ലേ,
അതിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് സോഴ്സുകളുണ്ട്. ഓക്കെ, അതല്ല നമ്മുടെ മാറ്റർ. സോഫ്റ്റ്ടെക് സൊല്യൂഷൻ കഴിവും എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസിനെ കണ്ടെത്തി ഹയർ ചെയ്യാറുണ്ട്. അങ്ങനെ കിട്ടിയ ഒരു ഡാറ്റയാണ് കൃഷ്ണമോൻ്റേത്. സോഫ്റ്റ്ടെക് സൊല്യൂഷൻ്റെ ടീം ലീഡർ പോസ്റ്റിലേക്ക് ഒരു ഓഫർ തന്നാൽ വിൽ യു അക്സെപ്റ്റ് ഓർ നോട്ട്? സർ, കൃഷ്ണകുമാർ മറുപടി ഒന്നും പറഞ്ഞില്ല. ഷുവർ സർ. ഞാനിനി ഏതായാലും വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യണം. അപ്പോൾ സോഫ്റ്റ്ടെക് പോലുള്ള കമ്പനിയിൽ നിന്നും ഓഫർ കിട്ടുന്നത് തീർച്ചയായും സ്വീകരിക്കും സർ. ദെൻ ഓക്കെ, ഇത് കൃഷ്ണകുമാറിൻ്റെ ഓഫർ ലെറ്ററാണ്. ബാക്കി കൺഫർമേഷൻ മെയിൽ ത്രൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതിൽ കൃഷ്ണകുമാറിൻ്റെ പാക്കേജ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇതും കൃഷ്ണകുമാറിനുള്ള മറ്റൊരു ഓഫറാണ്. ഓഫറോ? യെസ്, ഇതിലൊരു ചെക്കുണ്ട്. ഇതിൽ നിങ്ങളുടെ ഒരു വർഷത്തെ സാലറി എമൗണ്ടാണുള്ളത്. അതാണ് കൃഷ്ണകുമാറിനുള്ള അടുത്ത ഓഫർ. സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഈ ഓഫറിന് പകരം കൃഷ്ണകുമാർ ഒറ്റ ജോലി മാത്രം ചെയ്തു തന്നാൽ മതി. അതിനുള്ള പ്രതിഫലമാണ് ഈ കവറിൽ. എന്തു ജോലി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, 8 വർഷം ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് പുറത്താക്കിയ ആ കമ്പനിയിൽ നിന്നും ഒരേ ഒരു ഡാറ്റ, കോൺഫിഡൻഷ്യലായ ഒരേ ഒരു ഡാറ്റ, അത് കൃഷ്ണകുമാർ എനിക്ക് എടുത്തു തരണം. അതിനുള്ള പ്രതിഫലമാണ് ഈ കവറിൽ. ഒപ്പം നല്ലൊരു പോസ്റ്റിംഗ് ജോലി. നോ സർ, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും ചെയ്യാതിരിക്കാനാണെങ്കിലും നിനക്ക് നീ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. ഇതിൽ എന്ത് ഇത്ര ആലോചിക്കാൻ? ഇതിൽ നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, മറിച്ച് നേടാൻ ഒരുപാടുണ്ട്. ഓക്കെ ആണെങ്കിൽ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കൃഷ്ണകുമാറിനോട് നിന്ന് പോകാം. അല്ലെങ്കിൽ ഈ ഓഫർ റിജക്റ്റ് ചെയ്ത് 2 കവർ ഇവിടെ വെച്ചിട്ട് പോകാം. എന്ത് വേണമെന്ന് കൃഷ്ണകുമാറിനെ തീരുമാനിക്കാം. നീ കമ്പനിയെ ചതിച്ച് കാശ് മേടിച്ച് വന്ന് നിക്കണോടാ. ഞാൻ പറയണമെന്ന് കേക്ക്. ഞാൻ പറയണമെന്ന് കേട്ടെ. പറയണ്ട. ഗുഡ് മോർണിംഗ് സർ. യെസ് കൃഷ്ണകുമാർ, കമോ സിറ്റ് ഡൗൺ. കൃഷ്ണകുമാറിൻ്റെ ലാസ്റ്റ് ഡേ ആണല്ലേ ഇന്ന്? അതെ സർ. വേറെ ഫോർമാലിറ്റീസിൻ്റെ ആവശ്യമൊന്നുമില്ല. പോകുന്നതിന് മുമ്പ് കൃഷ്ണകുമാറിന് ഒരു സർപ്രൈസ് തരാൻ ഞാൻ വിളിപ്പിച്ചു. സർപ്രൈസ് എന്താണെന്ന് കൃഷ്ണകുമാറിന് മനസ്സിലായോ? ആ സർ, 3 മാസത്തെ സാലറി അല്ലേ? വിശ്വസ്തനായിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്വന്തം കമ്പനിയെ ചതിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എനിവേ, ഇതാണ് കൃഷ്ണകുമാറുള്ള സർപ്രൈസ്. മീറ്റ് മിസ്റ്റർ ജോൺ മാൻ. കിരൺ സർ. ഹലോ കൃഷ്ണകുമാർ. ഓക്കെ ആണെങ്കിൽ
ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കൃഷ്ണകുമാറിൻ്റെ അടുത്ത് പോകണം. കൃഷ്ണകുമാറിനിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ദിസ് ഈസ് ഫോർ യു. കമോൺ, ടേക്ക് ഇറ്റ്. കൺഗ്രാറ്റ്സ് കൃഷ്ണകുമാർ, അവർ ന്യൂ റീജിയണൽ പ്രൊജക്ട് ഹെഡ് ഓഫ് സിസ്മാടെക്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. കൃഷ്ണകുമാറിനെ പോലെ ആത്മാർത്ഥയും സത്യസന്ധതയുമുള്ളവരാണ് ഈ കമ്പനിക്ക് ആവശ്യം. ഇങ്ങനെയുള്ളവരെ കമ്പനി ഒന്നും സപ്പോർട്ട് ചെയ്യാറുണ്ട്. സോ യു ഡിസേർവ് ഇറ്റ്. താങ്ക് യു സർ. ദെൻ ഓക്കെ കൃഷ്ണകുമാർ, ഇനി HR ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ജോൺ, പ്ലീസ് ഇറ്റ്. എന്തൊക്കെ സംഭവിച്ചാലും ഇനിയുള്ള ഓരോ നിമിഷവും കഠിനാധ്വാനവും സത്യസന്ധതയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല.